എക്സിറ്റ് പോളുകൾ LDF-ന് ഉത്കണ്ഠയില്ലെന്ന് CPIM. പ്രവചനങ്ങൾ നൽകുന്നത് വിജയസൂചനയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. കേരളത്തിൽ LDF വീണ്ടും അധികാരത്തിൽ വരും, ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വ്യക്തമായി. പ്രവചനങ്ങളിൽ പിണറായി വിജയന് ലഭിക്കുന്ന ജനപിന്തുണ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അംഗീകാരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ രണ്ട് കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. രണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. പ്രവചനങ്ങൾ യഥാർത്ഥ വിധിയല്ലെന്ന് TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഭരണ തുടർച്ച ഉണ്ടാകും, എത്ര സീറ്റ് LDF-ന് എന്ന് പ്രവചിക്കാനാവില്ല. എക്സിറ്റ് പോൾ 100% തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ലെന്നും LDF കൺവീനർ വ്യക്തമാക്കി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. ഈ എക്സിറ്റ് പോളിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പേരൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അവർക്കെല്ലാം ലഭിച്ച അംഗീകാരത്തേക്കാൾ കൂടുതൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഒരു തരത്തിലും പ്രകടമല്ല എന്നതാണ് യാഥാർത്ഥ്യം. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല എന്നായിരുന്നു PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. പലപ്പോഴും എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട്. 2021 താൻ തോൽക്കുമെന്നായിരുന്നു എക്സിറ്റ് പോളെങ്കിലും ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചെന്നും മുഹമ്മദ് റിയാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് സാഹചര്യം. ഇപ്പോൾ 2021 എക്സിറ്റ് പോൾ വന്നു. ബേപ്പൂരിൽ ഞാൻ ഉൾപ്പെടെ പല LDF സ്ഥാനാർത്ഥികളും തോക്കുന്നെന്ന് LDF എക്സിറ്റ് പോളിൽ പറഞ്ഞിരുന്നു. പക്ഷേ ബേപ്പൂർ മണ്ഡലത്തിൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ബേപ്പൂർ മണ്ഡലം ഉണ്ടായതിനു ശേഷമുള്ള സർവ്വകാല റെക്കോർഡ് വോട്ട് 82,000 LDF-ന് ലഭിച്ചു. അപ്പോൾ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റുന്നത് ഞങ്ങൾ ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, അത് എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജേരിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഈ ഇടതുപക്ഷവും ഈ എക്സിറ്റ് പോളിനെ പൂർണ്ണമായി തള്ളുന്നില്ല. ചില ആളുകൾ ഈ സീറ്റുകൾ തോൽക്കുന്നത് സംബന്ധിച്ചൊക്കെയുള്ള പ്രതികരണങ്ങൾ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളൊക്കെ ഈ തരത്തിൽ മുൻപ് തെറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും പൂർണ്ണമായും തള്ളാൻ LDF-ഉം തയ്യാറാകുന്നില്ല. ഇത് പോൾ ഓഫ് പോൾസിന്റെ ഭാഗമായി 61 സീറ്റ് എന്നത് LDF-ന്റെ ഭാഗമായും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10 സീറ്റ് കൂടുതൽ കിട്ടാൻ അത് സാധ്യതയുണ്ട്. ആ തരത്തിലാണ് പലപ്പോഴും എക്സിറ്റ് പോളുകൾ ഉണ്ടാകാറുള്ളത് എന്നുകൂടി പറയുന്നു LDF. അവരും ഭരണത്തിലേക്ക് വീണ്ടും മൂന്നാം തവണ ഭരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. രുചീഷ്, LDF-ന് ആത്മവിശ്വാസം തീരെ ഇല്ലാത്ത തരത്തിലല്ല എക്സിറ്റ് പോളുകൾ എന്നുള്ളതാണ് അവരുടെ ഈ വിലയിരുത്തൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എല്ലാ സർവേകളും UDF-ന് അനുകൂലമായി അവർ ഭരിക്കും എന്ന് പ്രഖ്യാപിക്കുമെങ്കിൽ കൂടിയും LDF-ന് കൃത്യമായി ശക്തമായിട്ടുള്ളൊരു സീറ്റ് നില പ്രവചിക്കപ്പെടുന്നുണ്ട്. ശരാശരി 60 സീറ്റിനടുത്ത് സീറ്റുകൾ LDF-ന് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയും ലഭിക്കും എന്നുള്ള എക്സിറ്റ് പോളുകളാണ് ഏറെയും. അത് LDF കണക്ക് കൂട്ടിയ നിലയ്ക്ക് തന്നെയാണുള്ള കാര്യങ്ങൾ. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ വലിയ ഒരു മുന്നേറ്റം UDF-ന് ഉണ്ടാകും എന്ന പ്രതീതിയാണ് ഉണ്ടായത്. ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ന്യൂനപക്ഷ ഏകീകരണം വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. 10 വർഷത്തെ സർക്കാരിനുള്ള മടുപ്പ് ഉണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തരംഗം UDF-ന് ഉണ്ടാകും എന്ന പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ എക്സിറ്റ് പോളുകളിൽ അത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് LDF-ന് ആത്മവിശ്വാസം നൽകുന്നതാണ്. 90 സീറ്റിന് മുകളിൽ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ തന്നെ കുറവാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള മത്സരമാണ് സംസ്ഥാനത്ത് നടന്നത് എന്നുള്ള വിലയിരുത്തലാണ് എക്സിറ്റ് പോളുകളിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് പ്രതീക്ഷ വെക്കാം എന്നതാണ് LDF-ന്റെയും ആത്മവിശ്വാസം. 60 സീറ്റിനടുത്ത് ഏറെക്കുറെ എന്തായാലും ലഭിക്കും എന്ന് എക്സിറ്റ് പോളുകൾ തന്നെ പറയുന്നു. ഒപ്പം ഒരു 10-നും മുകളിൽ 11-നടുത്തൊക്കെ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തവണയും ഭരണം പിടിക്കാം എന്നുള്ള ആത്മവിശ്വാസമാണ് LDF-നുള്ളത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്ര വലിയ ആത്മവിശ്വാസത്തോടെയല്ല സംസാരിച്ചത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ കുറച്ചുകൂടി ഊർജ്ജത്തോടു കൂടിയാണ്, കുറെ കൂടി ആത്മവിശ്വാസം വന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. അത് എക്സിറ്റ് പോളുകൾ നൽകുന്ന ആത്മവിശ്വാസം കൂടിയാണ്. അതായത് ശക്തമായിട്ടുള്ള മത്സരമാണ് നടന്നത്. അവിടെ LDF-ന് എന്തായാലും 60 സീറ്റിനടുത്ത് ജയിക്കാമെന്ന് എക്സിറ്റ് പോളുകൾ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഭരണം ലഭിക്കും
ലഭിക്കാൻ കഴിയുന്ന സാഹചര്യമാണെന്ന് വിലയിരുത്തുകയാണ് ഈ ഘട്ടത്തിൽ LDF. സുജീഷ്. ശരി അർജുൻ, എന്തായാലും ആ കോൺഫിഡൻസ് പൂർണ്ണമായും LDF നേതാക്കൾ പറയുന്നില്ല എങ്കിൽ കൂടി ഈ സർവേകളെ പൂർണ്ണമായും തള്ളാൻ തയ്യാറാകുന്നില്ല. അതേസമയം എന്തായാലും ഭരണത്തിലേക്ക് വരാനാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. പക്ഷേ വലിയൊരു സീറ്റിലേക്ക് ഒരു നമ്പർ പറയാൻ എന്തായാലും നേതാക്കൾ തയ്യാറാകുന്നുമില്ല.